വന്നിട്ടുണ്ടോ നോക്കുവാടി. അല്ല, ഇത് ആരും രാജശേഖരൻ നമ്പിയോ? കുടുംബസമേതം നേരത്തെ കാലത്തൊക്കെ എത്തിയില്ലേ? നന്നായി. അവരൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊക്കെ ഈ രാജശേഖരൻ നമ്പിയുടെ മോളുടെ കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്കാ പോയത്. അതിനിപ്പോ എന്താന്നോ, ഇപ്പൊ നമ്മുടെ മോളുടെ കാര്യം വന്നപ്പോഴേ അവന്റെ 8 പേരെ കൂട്ടി വന്നേക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ 8 പേര് വരുന്നതും നിങ്ങൾ ഒരാള് പോകുന്നതും കണക്കാ. രാജശേഖരൻ നമ്പിയുടെ സൈഡാണോ അതോ എന്റെ സൈഡാണോ? രാജശേഖരൻ നമ്പിയുടെ സൈഡാ. എല്ലാവരും കൂടെ ഇറങ്ങി പോടി. വേണ്ടി വന്നാൽ ഞാൻ ഇറങ്ങി പോകും. എന്റെ പൊന്നളി ആ വിളിച്ചോണ്ട് പോകല്ലേ. മാഗി നൂഡിൽസ് കാണാൻ നല്ലതാ, പക്ഷെ ആകാൻ മൊത്തം വിഷമാ. നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കുന്നത് കേൾക്കട്ടെ. അല്ലല്ലോ നിങ്ങൾ അങ്ങനെ എന്നെ ഒരു വിലയില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ അല്ലാതെ നമ്മുടെ വീട് കല്യാണത്തിന് എന്റെ സുഹൃത്ത് സുമലനെ വിളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചോ? എടി, അതിന് അവളെ വിളിക്കാൻ അവളുടെ വീട്ടിൽ പോകാൻ പറ്റൂല. അവളുടെ ഭർത്താവ് ഒരുപാട് സംശയമാണ്. അതിന്റെ പേരിൽ എന്നും നല്ല വീഡിയോക്കെ അവിടെ. അയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആ സൈഡിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം എന്ത് ഭംഗിയുള്ള സാരികളാ ഉടുത്തിരിക്കുന്നത്. അതൊക്കെ എന്റെ ബന്ധുക്കളാ. നിങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം നല്ല സാരി. ഈ എനിക്ക് എടുത്ത് തരുന്നതെല്ലാം അറ്റം കീറിയതും ആരെങ്കിലും ഉടുത്തിട്ട് മടക്കി വെച്ചതും ഒക്കെ. അതിപ്പോ എന്റെ കുഴപ്പമാണോ? പിന്നെ എന്റെ കുഴപ്പമാണ്. ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സെലക്ഷൻ അറിയത്തില്ലെന്ന്. അത് തന്നെയാണ് നിന്നെ കെട്ടിയപ്പോ നാട്ടുകാർ എന്നോട് പറഞ്ഞത്, എനിക്ക് സെലക്ഷനേ അറിയത്തില്ലെന്ന്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കാതെ സമയമായി. ശാന്തി വന്നു. നിന്നെ കെട്ടിയതിൽ പിന്നെ എനിക്ക് ശാന്തി കിട്ടിയിട്ടുണ്ടോടി? അതല്ല, കർമ്മങ്ങൾ ചെയ്യാനുള്ള ശാന്തി വന്നോന്ന്. അതോ? അങ്ങനെ ഒന്നുമില്ല, പക്ഷെ പേര് കേട്ട ആളാണെന്നാ പറയണേ. കെട്ട പേരുള്ള ഒരുത്തനെയാണോ ഇവിടെ കർമ്മം ചെയ്യാൻ കൊണ്ടുവരുന്നത്? എന്റെ ലോക തോൽവി കറുത്തെടുത്ത് ഇല്ലത്തെ അവസാനത്തെ കന്യാണത്ര. പേരെന്താന്ന് അറിയാമോ? ബാഹുബലി കേക്ക്. എന്താ ഈ കേക്ക്? അത് ഇനീഷ്യലായി കറുത്തെടുത്ത് കോവിലകം കേക്ക്. ഇങ്ങോട്ട് വന്നു. ഇതാണോ ബാഹുബലി കേക്ക്? പക്ഷെ കണ്ടിട്ട് ബാഹുബലിക്ക് വന്ന കാക്കയെ പോലെ ഉണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിയല്ല മനുഷ്യ, ഈ നമ്പൂതിരിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. കുറച്ചു നേരത്തേക്ക് നിന്റെ വായന സിപ്പൊന്ന് അടച്ചു വെച്ചാമോ? ആരായത്? എന്റെ ഭാര്യയാണ് തിരുമേനി. ഉള്ളത് പറയാനും കൊള്ളാം, നല്ല ബെസ്റ്റ് ഫാമിലി. ശരി, നമുക്കിനി കർമ്മങ്ങൾ തുടങ്ങാം. ആദ്യം ഗർഭപ്പുല്ലെടുക്കൂ. ഗർഭപ്പുല്ലെടുക്കാൻ അവിടെ ശകുന്തളയും ഞാൻ ദുഷ്യന്തരൊന്നും അല്ലല്ലോ തിരുമേനി. ഞാൻ പറഞ്ഞതനുസരിച്ച് കർമ്മം 8 നില കൂട്ടു. പിന്നെ എന്നെ പറഞ്ഞത് കാര്യമില്ല കേട്ടോ. അയ്യോ, ഞാൻ അനുസരിച്ചോളാം തിരുമേനി. എങ്കിൽ ആ ഗർഭപ്പുല്ലെടുത്ത് തന്റെ ഇടത്തെ 3 വിരലിലിടൂ. ഇനി പിണ്ടം ഉരുട്ടു. അല്ല തിരുമേനി, ഈ പിണ്ടം എന്ന് പറഞ്ഞാൽ ഉരുണ്ട് തന്നെയല്ലേ ഇരിക്കണേ. പിന്നെ നമ്മൾ ഉരുട്ടേണ്ട കാര്യമില്ലല്ലോ. അതേത് പിണ്ടം? ആനപ്പിണ്ടം. അതല്ല, ആ ചോറെടുത്ത് പിണ്ടമാക്കി ഉരുട്ടാൻ. ഊട്ടിയോ? അല്ല, ഉരുട്ടേന്ന്. ഇനി പൊറോട്ട ഇടുക. ഇതുകൊണ്ട് എങ്ങനെയാ തിരുമേനി പൊറോട്ട ചുടുന്നത്? അയ്യോ, പൊറോട്ട ചൂടാനല്ല, പുറകോട്ട് ഇടാൻ. ഇനി കൈയടിച്ച് കാക്കയെ വിളിക്കുക. ഉറക്കെ കൈയടിക്കുക. ഉച്ചത്തെ കൈകൾ വിളിക്കുക. നിങ്ങളുടെ കർമ്മം നടത്താൻ വന്നാണോ അതോ കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്താൻ വന്നാണോ? അയ്യോ സോറി, ഇന്നലെ ശാനോദേവി കണ്ട് ഉറങ്ങിപ്പോയതാ, അതിന്റെ ഹാങ് ഓവർ. അത് മാത്രമല്ല, ഇന്ന് എന്റെ മോളുടെ കല്യാണ ചടങ്ങ് അവിടെ നടത്തേണ്ടത്, അല്ലാതെ ആരുടെയും 16 അടിയന്തരല്ല. വരുന്ന വഴിക്ക് ഒരു അടിയന്തരം കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ആയപ്പോ കൈവിട്ട് പോയതാ. സാരമില്ല, ഇനി നമുക്കെല്ലാം കൂടി വിവേകം കിച്ചൻ തുടങ്ങാം. ഒന്നത് തുടങ്ങാന്ന്. പൂജയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? പൂജയ്ക്ക് 2 ഉണക്കമീൻ മേടിച്ചിട്ടുണ്ട്, അത് മതിയാവില്ലേ? പൂജക്കല്ല, പൂജയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോന്ന്. പിന്നെ അതൊക്കെ റെഡിയാണ്. കഥകളി? അയ്യോ, കഥകളി മാത്രമല്ല തിരുമേനി, ഓട്ടംതുള്ളൽ ഏൽപ്പിച്ചിട്ടുണ്ട് റിസപ്ഷന്. എടോ, കഥളിപ്പണത്തിന്റെ കാര്യമാ പറഞ്ഞത്. അതാണോ? അത് 2 കൊലയിരിപ്പുണ്ട്. മലന്? അയ്യോ, ഒരുപാട് അന്വേഷിച്ചു തിരുമേനി, പക്ഷെ കിട്ടിയില്ല. ഒന്നാമത് ഈ പ്രേമം സിനിമ ഇറങ്ങിയതിനു ശേഷം ആ കുട്ടിക്ക് ഭയങ്കര തിരക്കാന്നേ. ആ മലനല്ല, ഈ മലന്. പിന്നെ എടോ, അവരും മലന്. അവര് മലർ, ഞാനും മലർ. എടോ, പൂജയ്ക്കുള്ള അവരിന്റെയും മലരിന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ അതൊക്കെ എപ്പോഴാ റെഡിയാണ് തിരുമേനി? എന്നാ നമുക്ക് പ്രധാനമന്ത്രിയിലേക്ക് കിടക്കാം. അയ്യോ, പ്രധാനമന്ത്രിയുടെ കൂടെ കിടക്കാൻ അവർ സമ്മതിക്കൂ? ലോകത്തോൽവി തിരുമേനി എന്തെങ്കിലും പറഞ്ഞു ആവോ? ഒന്നുമില്ല, ഞാൻ മന്ത്രങ്ങൾ ഉരുവിടാൻ പോയില്ല. അല്ല, മന്ത്രം ചൊല്ലാൻ എന്തിനാ മൊബൈൽ ഇടണം? ഈ ന്യൂ ജനറേഷൻ കാലത്ത് ഈ മന്ത്രങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും ഞാൻ ഈ മൊബൈലിലാക്കി വെച്ചിട്ടുണ്ട്.
ഇതാകുമ്പോ സമയത്ത് പ്ലേ ചെയ്തിട്ട് വെറുതെ ചുണ്ടനക്കി കൊടുത്താൽ മതിയല്ലോ. നിനക്കെന്തോ റിമിട്ടമ്മയുടെ ബാധ കയറിയോ ഇങ്ങനെ കിടന്ന് തുള്ളാൻ? മുക്കല മുക്കപ്പില്ല വയ്യ 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 മുക്കല മുക്കപ്പില്ല. തിരുമേനി നിങ്ങളെന്തോന്നായി കിടന്ന് കാണിക്കുന്നേ? അയ്യോ ക്ഷമിക്കും, മന്ത്രത്തിനിടയ്ക്ക് മുക്കാലെ വന്നുപോയി, അങ്ങനെ പറ്റിയതാ. തിരുമേനി ചെറുക്കനെ കൂട്ടിലെത്തി. ഈ പോയി അകത്ത കാര്യങ്ങളൊക്കെ നോക്ക്, അവർക്ക് എത്തിയത്. ഓ ശരി ശരി ശരി. ആ വരൂ 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 വരൂ. കൃത്യസമയത്ത് തന്നെ എത്തി. അല്ല വരുന്ന വഴിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഞങ്ങൾ ഇന്നലെ പുറപ്പെട്ടു. നമ്മുടെ നാട്ടിലെ റോഡല്ലേ ഈ കുണ്ടുകുഴിയൊക്കെ താണ്ടി ഇവിടെ എത്തണ്ടേ? ആ പറഞ്ഞ ശരിയാ, അതൊക്കെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ റോഡുകൾ കാണണം, പാവിരിച്ച് കിടക്കാൻ തോന്നും. അപ്പൊ നമ്മുടെ നാട്ടിലെ റോഡുകളോ? അതേ വൈൻ പൊതിഞ്ഞെടുക്കാം. പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് കല്യാണ ചടങ്ങ് നടത്താൻ വന്ന ശാന്തി. നമസ്കാരം, ഞാൻ ചെറുക്കൻ്റെ അച്ഛൻ. എന്നാര് പറഞ്ഞു? അവന്റെ അമ്മ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഇതാണ് ചെറുക്കൻ. പിന്നെ ഒന്നും അറിയത്തില്ല, വലിയ നാടക്കാരൻ. അപ്പൊ തിരുമേനി വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ. ആ കാര്യം ഞാൻ എന്തോ നാളായത് റൂളിംഗ് പെൻസിന്റെ മുനവരെ തലയെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോടാ നീ. ആ ഈശ്വരോ രക്ഷതു. ഇനി പെണ്ണിനെ വിളിക്കാം. നോക്കി നിൽക്കാതെ പോയി പെണ്ണിനെ തപ്പിക്കൊണ്ട് വാടി. അല്ല വിളിച്ചോണ്ട് വാടി. അമ്മോനെ ഇതാണ് നിന്റെ പെണ്ണ്. പെണ്ണും ചെക്കനും മനസ്സിരിക്കെ ഇനി നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം പെണ്ണിന്റെ അച്ഛൻ താലിയെടുത്ത് ചെറുക്കന്റെ കയ്യിലേക്ക് കൊടുക്കുക. അല്ല തിരുമേനി, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചെറുക്കന് ഒന്നും അറിയത്തില്ല. അപ്പൊ തിരുമേനി വേണം താലി കെട്ടി കാണിച്ചു കൊടുക്കുക. അവൻ അതുപോലെ ചെയ്തു. അതിനെന്താ, ഞാൻ കാണിച്ചു കൊടുക്കാല്ലോ. താലി കെട്ടി കഴിഞ്ഞ സ്ഥിതിക്ക് ചെറുക്കനും പെണ്ണും പരസ്പരം ഹാരം അണിയിക്കുക. എന്റെ തിരുമേനി, നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവനൊന്നും അറിയത്തില്ല, അവനെല്ലാം കാണിച്ചു കൊടുക്കണമെന്ന്. നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുക്കുക. അത് ഞാൻ ചെയ്യണം, ചെയ്യാം. കണ്ടുപഠിച്ചോ, ഇതുപോലെ ചെയ്തോണം. ചെറുക്കനും പെണ്ണും പരസ്പരം കൈപിടിച്ച് മണ്ഡപത്തിന് ചുറ്റും മലം വെക്കുക. എടാ മണ്ടകളാപ്പി പൊട്ട നിന്റെ ചെറുച്ചാത്ത കുരുവ. നിങ്ങളടുത്തല്ല ഞാൻ പറഞ്ഞ അവന് ഒന്നും അറിയത്തില്ല, അവനെല്ലാം കാണിച്ചു കൊടുക്കണമെന്ന്. കാണിച്ചു കൊടുക്കും. എങ്കിൽ പിന്നെ വാ കൊച്ചേ ഇവിടെ. അയ്യോ, അങ്ങനെ എല്ലാം മംഗളമായി നടന്നു. ഇനി ചെറുക്കൻ പെണ്ണിന്റെ കൈ പിടിച്ച് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങണം.